ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ച് രക്ഷപ്പെട്ടത് ചലച്ചിത്ര താരത്തിന്റെ കാറിലെന്ന് സൂചന. ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട്ടും കോയമ്പത്തൂരിലും തൃശൂരിലും വ്യാപക തെരച്ചിൽ. ബുധനാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് എസ്പിമാർക്ക് എഡിജിപിയുടെ കർശന നിർദ്ദേശം. എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർ ടേക്കറെ ഉടൻ ചോദ്യം ചെയ്യും. ഇക്ബാൽ അറക്കലും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ അറക്കൽ, ആ ചുവന്ന പോളോ കാർ ആരുടേതാണ്? സുജയ, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി നൽകുന്നത്. അതിനുശേഷം പിന്നീട് കണ്ണാടിയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഈ താമസ സ്ഥലമായ കുന്നത്തൂർമെട്ടിലെ ഫ്ളാറ്റിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്ന് കടന്നു കളഞ്ഞത് സുഹൃത്തിൻ്റെ കാറിലാണെന്നുള്ള വിവരങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിരുന്നു. SIT സംഘം നടത്തിയിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞതെന്ന് കണ്ടെത്തിയത്. ഇത് ഒരു സിനിമാ താരത്തിൻ്റേത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കും സംശയത്തിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടന്നിരിക്കുന്നത്. ഏതായാലും ഈ സിനിമാ താരത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് SIT സംഘം കടക്കുന്നു. അതിനോടൊപ്പം തന്നെ കണ്ണാടി മുതൽ പാലക്കാട് വരെയുള്ള രാഹുലിൻ്റെ സഞ്ചാര മാർഗവും അതുപോലെ തന്നെ പാലക്കാട് നിന്ന് പിന്നീട് രാഹുൽ എങ്ങോട്ട് നീങ്ങിയെന്ന് കണ്ടെത്താനുള്ള മറ്റ് പദ്ധതികളും എല്ലാം SIT സംഘം ഇപ്പോൾ നടത്തുന്നുണ്ട്. വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇത്തരത്തിലുള്ള ഈ പദ്ധതികൾ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഏതായാലും SIT സംഘം കടക്കുന്നത്. ഇന്ന് പുലർച്ചെയും ഈ ഫ്ളാറ്റിന് പരിസരത്തെ വിവിധ CCTV ദൃശ്യങ്ങൾ SIT സംഘം പരിശോധിച്ചിരുന്നു. ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും SIT സംഘമുള്ളത്. ഇതിനിടയിലാണ് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിലെ കെയർ ടേക്കറെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT സംഘം കടക്കുന്നത്. കാരണം വ്യാഴാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ CCTV പരിശോധിച്ചതിൽ നിന്നും ഈ SIT സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇത് ഒരു പക്ഷേ ഈ കെയർ ടേക്കറെ സ്വാധീനിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഡിലീറ്റ് ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് SIT സംഘം കരുതുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഈ കെയർ ടേക്കറെ ഇപ്പോൾ ഏതായാലും മൊഴിയെടുക്കുന്നതിന് വേണ്ടി SIT സംഘം വിളിച്ചു വരുന്നത്. ഉടൻ തന്നെ ഈ കെയർ ടേക്കറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസിലെ ജീവനക്കാരായ 2 പേരെ SIT സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും വിവിധ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് പിന്നീട് ഈ പോളോ കാറിനെ കുറിച്ച് ഉൾപ്പെടെ വിവരങ്ങൾ SIT സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വ്യാപകമായിട്ടുള്ള തിരച്ചിലും അന്വേഷണവും തെളിവ് ശേഖരണവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അഷ്കർ അലി കരിമ്പ. CCTV ദൃശ്യങ്ങൾ ഒരു മാസത്തേത് മാത്രമാണ് അവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ പരാതി വന്നതിന് ശേഷം ഈ CCTV ദൃശ്യങ്ങൾ അതിന്റെ പിന്നിലേക്കുള്ള മാസങ്ങളിൽ, അതായത് അതിജീവിത അവിടെ വന്നു എന്ന് പറയപ്പെടുന്ന ആ സമയത്തെ ദൃശ്യങ്ങളടക്കം അവിടെ നിന്ന് മാറ്റുകയാണോ ചെയ്തത്? അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിലായി അവിടെ എപ്പോഴാണ് എത്തിയത്? ഒപ്പം വാഹനം അവിടെ ഇട്ട ശേഷമുള്ള പോക്ക് തുടങ്ങി കുറേ കാര്യങ്ങളിൽ കെയർ ടേക്കർക്ക് വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണോ അന്വേഷണ സംഘം കരുതുന്നത്? ചോദ്യം ചെയ്യൽ എപ്പോഴാണ്? സുജയ, അല്പസമയത്തിനകം തന്നെ ഈ SIT സംഘം ഈ പാലക്കാടുള്ള രാഹുലിൻ്റെ കുന്നത്തൂർമോടുള്ള ഈ ഫ്ളാറ്റിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കെയർ ടേക്കറിൽ നിന്നും പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിന് അറിയാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും അവസാനം വ്യാഴാഴ്ച രാഹുൽ ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തുന്ന ആ മണിക്കൂറിൽ രാഹുൽ ഇവിടെ എത്തി മടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രം, രാഹുൽ ഇവിടെ വന്നു പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ മാത്രം ഈ ഫ്ളാറ്റിൻ്റെ റെക്കോർഡുകളിൽ നിന്നും നഷ്ടമായിരിക്കുന്നു. അത് എങ്ങനെയാണ് നഷ്ടമായത് എന്നുള്ളതാണ് പോലീസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട സംശയം. പ്രത്യേകിച്ച് ആ CCTV ദൃശ്യം ലഭിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഏത് വാഹനത്തിൽ ഇവിടെ നിന്ന് പോയി നടക്കും, പിന്നീട് ഇവിടെ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ രാഹുലിൻ്റെ മൂവ്മെൻറ്റും രാഹുലിനെ സപ്പോർട്ട് ചെയ്തവരെയും ഒക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി, ഇല്ലെങ്കിൽ അന്നത്തെ CCTV ദൃശ്യങ്ങൾ വിവരം ലഭിക്കാൻ വേണ്ടി ഈ ഫ്ളാറ്റിൽ, ഈ കുന്നത്തൂർമോടുള്ള ഈ ഫ്ളാറ്റിലെ ഈ കെയർ ടേക്കറെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ SIT സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മുന്നിലുണ്ടായ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ SIT സംഘം ശേഖരിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു മാസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. അതിനു മുമ്പുള്ള CCTV ദൃശ്യങ്ങൾക്ക് ഇവിടെ ബാക്കപ്പ് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ DVR അടക്കമുള്ളവ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. നിലവിൽ ബാക്കപ്പ് ഇല്ലാത്ത CCTV ദൃശ്യങ്ങളടക്കം എന്നാൽ റിട്രൈവ് ചെയ്തുകൊണ്ട് വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ SIT സംഘം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട വിവരം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട
പോലീസിൻ്റെ അന്വേഷണമാണ്. പോലീസ് അന്വേഷണം രാഹുലിന് വേണ്ടി വലിയ തോതിൽ ഊർജിതമായി തന്നെ നടക്കുന്നു. രാഹുൽ ഇപ്പോഴും ജില്ല വിട്ടിട്ടില്ല, പാലക്കാട് ജില്ലയിൽ തന്നെ തുടരുന്നുണ്ട്, ഇല്ലെങ്കിൽ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങൾ തുടർന്നു വന്നിട്ട് തന്നെയാണ് ഇപ്പോഴും പോലീസിൻ്റെ വിലയിരുത്തൽ. അത് ഊന്നിക്കൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നു. അതിനോടൊപ്പം തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകർ 2 പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെയും അതുപോലെ തന്നെ ഡ്രൈവറെയും ചോദ്യം ചെയ്തിരുന്നു. അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അഥവാ രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ, സൂചനകൾ അതെല്ലാം തന്നെ ഇവരിൽ നിന്ന് ഇനിയും ശേഖരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവരെ വീണ്ടും ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ ഫ്ളാറ്റിലെത്തി വീണ്ടും തെളിവെടുപ്പ് നടത്താനും ഒക്കെ തന്നെ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ SIT സംഘം ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുജിയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറക്കലുമാണ്. പോയ കാർ ആരുടേതാണ് എന്നത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്.